പഠിച്ച വ്യക്തിത്വങ്ങളുമൊക്കെ ന്യൂനതകളൊക്കെ ഉള്ളവരായി മാറിയപ്പോൾ ഇത്തരം തെരുക്കോടുകളിൽ നിന്ന് ഉയർത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണമിടയായി. പ്രിയരെ, നേരത്തെ ഞാൻ ഓർപ്പിച്ചു, മദ്യവും മയക്കുമരുന്നുമൊക്കെ അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ച ഈ സത്യനും പ്രത്യയശാസ്ത്രത്തിനും വേണ്ടി ഓടിയ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം തരുന്ന ഒരു ദൈവമുണ്ടെന്നും നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇന്ന് തോന്നുന്നത് പോലെയുള്ള മനോഭാവം ഞങ്ങൾക്കുമുണ്ടായി. ഒത്താൽ രണ്ടെണ്ണം കൊടുത്താൽ കൊള്ളാമെന്ന്. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന പ്രസംഗകരുടെ പ്രസംഗം കേട്ട് ഒരു ദിവസം മരണത്തിന് വേണ്ടി കാത്തിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം വരുത്തുവാൻ കഴിഞ്ഞ ഒരു സദ്വർത്തമാനമുണ്ട്. അതത്ര ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ പ്രദേശത്ത്, നെടുമുടി പ്രദേശത്ത് ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പറയും, സുവിശേഷത്തെ പറ്റി ഞങ്ങൾക്ക് ലജ്ജയില്ല. ലോകത്തിൽ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാഗമെന്ന നാമമാകുന്ന യേശു ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ നെടുമുടി പ്രദേശമേ, ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ പകൽക്കാല സമാധാനത്തിന് സന്ദേശമാകുന്ന ഏകനാമത്തെ ഞങ്ങൾ അമ്മ ഉയർത്തുകയോ. അത് ഇപ്രകാരം ഞങ്ങൾ വിളിച്ചു പറയും, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനിത്യനാമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമം. പ്രിയമുള്ളവരെ, ഇത് പറയുവാൻ ഞങ്ങൾക്ക് ചങ്കൂറ്റമുണ്ട്, ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ഭയമില്ലാതെ പറയുന്നതിന്റെ കാര്യം ഞങ്ങൾ ഇത് അനുഭവിച്ചവരാ. മറ്റുള്ളവന്റെ അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ട് പോയ കാലഘട്ടത്തിൽ ആർക്കും ഞങ്ങളെ തിരുത്തുവാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പ്രത്യയശാസ്ത്രങ്ങൾ തലക്കി പിടിച്ച് മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ട് പോയ കാലയളവിൽ സമാധാനത്തിനു വേണ്ടി മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ഞങ്ങളെ മനുഷ്യരാക്കി മാറ്റി, മനുഷ്യ സ്നേഹികളാക്കി മാറ്റുവാൻ കഴിഞ്ഞ സുവിശേഷമത്രേ ഈ പകൽക്കാല ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേ ജീവിതാനുഭവത്തിൽ കടന്നു പോകുന്നവരുണ്ടോ? സന്തോഷിക്കുവാൻ വകയില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നമ്മൾ എടുക്കുന്ന ജോലിയുടെ അതിന്റെ വരുമാനം കൂടുതലോ മദ്യത്തിനും മയക്കുമരുന്നിനും കൊടുത്ത് തലമുറയുടെ ഭാവിക്ക് അത് ഉതകത്തക്ക രീതിയിൽ അനുഭവിക്കുവാൻ കഴിയാതെ, കൂട്ടിവെക്കുവാൻ കഴിയാതെ ഭവനത്തിന്റെ സന്തോഷം നശിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനം ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദര, ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നു, പക്ഷെ ഇതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും നിന്ന് മോചനം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. പ്രിയരെ, മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും ലോകത്തിൽ അസമാധാനമാകുന്ന ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം തന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് കഴിയുമെന്ന് പറയുന്നത്? ഞങ്ങളത് അനുഭവിച്ച സാക്ഷികളാകുന്നുണ്ട്. സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ കഴിയാതെ മരണം കാത്തു കിടന്ന കാലയളവിൽ ഞങ്ങൾ യേശുവിന്റെ സ്നേഹം തേടി വരുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ വചനം ഞങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണമിടയായി. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തു പാപികളെ തേടി ലോകത്തിലേക്ക് വന്നു. പാപികളെ ആർക്കും ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ, പാപജീവനം നയിക്കുന്ന വ്യക്തികളെ എല്ലാവരും തള്ളിക്കളയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു പാപികളെ തേടി വന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കും. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും. അത് മാത്രമല്ല, നമുക്ക് വരുവാനുള്ള ഒരു ജീവിതമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മതങ്ങളും ഒരുപോലെ പഠിപ്പിക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ എങ്ങനെ ചിലവഴിക്കണം? നിത്യനരകത്തിലോ നിത്യവാസമോ ദൈവത്തിന്റെ കൂടെ ആകെ തീരണമെന്ന് ജീവിക്കുവാനുള്ള അവസരം ദൈവം നമുക്ക് നൽകി തരുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വിവേകമുള്ളവരായി, ബുദ്ധിയുള്ളവരായി ദൈവത്തോടു കൂടെയുള്ള വാസം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ തെളിയുകയാണ്. ആ വഴിയാണ് യേശു ക്രിസ്തു വന്ന വഴി. ആ വഴിയിലൂടെ ഇല്ലാതെ നിത്യരക്ഷ ഒരിക്കലും ലഭ്യമാകത്തില്ല, നിത്യസമാധാനം ലഭ്യമാകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ സമാധാനം യേശു ലോകത്തിന് തന്നേച്ചു പോയി. യേശു പറഞ്ഞു, ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെ സമാധാനമല്ല. പ്രിയരെ, ലോകം തരുന്ന സമാധാനം മദ്യത്തിലൂടെയുള്ള സമാധാനം, മയക്കുമരുന്നിലുള്ള സമാധാനം, സിനിമ കാണുന്നുള്ള സമാധാനം, ഇതെല്ലാം അതിന്റെ കാഴ്ചയ്ക്കും അതിന്റെ ഉപയോഗത്തിനും അതിന്റെ ലഹരിയുടെ ആദ്യം വിട്ടു കഴിയുമ്പോൾ ആ സമാധാനം പോകും. പിന്നെയും വീണ്ടും മനുഷ്യൻ അസമാധാനമില്ലാത്തവനായി,
അന്യന്റെ സമാധാനത്തെ നശിപ്പിക്കുവാൻ വേണ്ടി മനസ്സിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന വെറുപ്പും വിദ്വേഷവുമായി പുറത്തിറങ്ങുമ്പോൾ ഈ പകൽക്കാലം പ്രിയരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം വെറുപ്പിന്റെ സുവിശേഷമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷന്റെ പ്രത്യേകത അത് മാനവീയതയുടെ സുവിശേഷമാണ്. അവരെന്നെ സ്നേഹിക്കുവാൻ, അവരിനോട് കൂടെ നിൽക്കുവാൻ, എല്ലാവരെയും സമന്മാരായി കാണുവാൻ ഞങ്ങളെ പഠിപ്പിച്ച ആ സുവിശേഷത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ സമയം ഞങ്ങളിവിടെ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന ആർക്കെങ്കിലും സന്തോഷമില്ലാതെ ഭവനത്തെ പറ്റി, തലമുറകളെ പറ്റി വ്യാകുലപ്പെട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒരു കാര്യം ഞങ്ങൾ വിളിച്ച് ഒരു പ്രാവശ്യം ഉറപ്പിച്ച് പറയാം. ഈ പകൽക്കാലവും ലോകത്തിന് സമാധാനം തരുവാൻ കഴിയാത്ത അനുഭവത്തിൽ നിങ്ങൾ കലങ്ങി കിടക്കുന്നെങ്കിൽ, മരണത്തെ ആഗ്രഹിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, ഈ ശബ്ദവരുതിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, ഒറ്റയ്ക്കായി പോയെന്നുള്ള ആ വലിയ സങ്കടത്തോടുകൂടി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ, നല്ലൊരു മാതാവായി, നല്ലൊരു സഹോദരനായി, നല്ലൊരു പിതാവായി നമ്മളെ സ്നേഹിക്കുവാൻ കഴിയുന്ന യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയാം, മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യനിത്യമാകുന്ന യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയോ. യേശു ക്രിസ്തു സമാധാനത്തെ നൽകുന്ന ദൈവമാണ്. യേശു ക്രിസ്തു സന്തോഷം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ട് പാപവഴികൾ വിട്ട് പാപമോചനത്തിന് യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയോ. ഈ യേശു ക്രിസ്തുവിനുള്ള രക്ഷ എങ്ങനെ ലഭ്യമാകുവാൻ തക്കവണ്ണം ഇടയാകോ. അതിന് നിങ്ങൾ അരക്കാശ് കൊടുക്കണ്ട, അരക്കാതെ നടക്കണ്ട. നിങ്ങൾ ഏതവസ്ഥയിലായിരിക്കുന്നു ആ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറക്കുവാൻ കഴിയുമോ? യേശുവേ, ഞാൻ നിന്നെ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ രക്ഷകനായി തീർന്നുവെന്ന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ ഈ പകൽക്കാലം നിങ്ങളുടെ ഭവനത്തിന്റെ രക്ഷയുണ്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും.